സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നൽകുകയാണ്. 1,00,000 രൂപയാണ് പുരസ്കാര തുക. 1000 വിദ്യാർത്ഥികൾക്കാണ് ഈ പുരസ്കാര തുക നൽകുന്നത്. ഓരോരുത്തർക്കും 1,00,000 രൂപ എന്ന നിലയിൽ പുരസ്കാര തുകയും സർട്ടിഫിക്കറ്റും ഈ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതാണ്. സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. ജനുവരി 25 വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വച്ചാണ് ഈ പുരസ്കാര വിതരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഈ പ്രതിഭാ പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ബഹുമാന്യനായ ധനമന്ത്രി ശ്രീ KN ബാലഗോപാൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കും. വിവിധ സർവകലാശാലകളിൽ നിന്ന് ഏറ്റവും മികച്ച വിജയം നേടിയ പ്രതിഭകൾക്കുള്ള പുരസ്കാരം 2020-21 വിദ്യാഭ്യാസ വർഷത്തിൽ ഏറ്റവും നല്ല നിലയിൽ വിതരണം ചെയ്യുകയുണ്ടായി. 21-22 വിദ്യാഭ്യാസ വർഷം പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ ഈ പുരസ്കാരം നൽകുന്നത്. 2.5 ലക്ഷം രൂപയിൽ കുറഞ്ഞ വാർഷിക കുടുംബ വരുമാനമുള്ള 1000 വിദ്യാർത്ഥികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1,00,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവർക്ക് നൽകുക. ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇൻകം കുറവായിട്ടുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. 5083 അപേക്ഷകരിൽ നിന്നാണ് ഈ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പഠന മികവിൻ്റെയും വാർഷിക വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. സംസ്ഥാനത്തെ 12 സർവകലാശാലകളിൽ നിന്നാണ് 1000-ഓളം വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്ത വർഷം മുതൽ നമ്മൾ 4 ഇയർ UG കോഴ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല നിലയിൽ മാധ്യമ സുഹൃത്തുക്കൾ അതിന് പ്രചരണം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് മറ്റു കുട്ടികൾക്കും കൂടി ഒരു പ്രചോദകമാകുന്ന പരിപാടിയാണിത്. കഴിഞ്ഞ വർഷം 1000 വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും എല്ലാം പങ്കെടുത്ത അതിമനോഹരമായ ഒരു ചടങ്ങിൽ വെച്ചാണ് ഈ പുരസ്കാരം നൽകിയത്. അതിന് തക്ക പ്രാധാന്യം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അതിന് നൽകണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ പരിഷ്കരണമാണ് കൊണ്ടുവരുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കി നൽകുന്നത്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേകമായ ഒരു കരിക്കുലം പരിഷ്കരണ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നല്ല നിലയിൽ ചർച്ചകളെല്ലാം നടത്തിയാണ് ഈ സമഗ്രമായിട്ടുള്ള പരിഷ്കരണത്തിന് സഹായകരമായിട്ടുള്ള കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കരണങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ശ്യാം മേനോൻ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ആ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുകയാണ്. 4 ഇയർ UG പ്രോഗ്രാം ഇൻ്റർനാഷണൽ കമ്പാറ്റബിലിറ്റി ഉറപ്പാക്കുന്ന രീതിയിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. 3 വർഷ ഡിഗ്രി 3 വർഷം പൂർത്തീകരിച്ചാൽ കുട്ടികൾക്ക് ഡിഗ്രി കിട്ടും. ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളിലും പ്രായോഗിക പ്രവർത്തനങ്ങളിലുമൊക്കെ ഏർപ്പെടേണ്ടവരാണ് 4ാം വർഷം തുടരുന്നത്. അവർക്ക് ഓണേഴ്സ് ബിരുദമാണ് ലഭിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകം വിശദീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രോത്സാഹനം നൽകുകയും അതേസമയം തൊഴിൽ ലഭ്യമാക്കാവുന്ന വിധത്തിൽ വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള ഗ്യാപ്പ് നികത്തുന്ന തരത്തിൽ അത് സംയോജിപ്പിക്കുകയും ചെയ്യുക എന്ന ദ്വിമുഖമായിട്ടുള്ള സമീപനമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു വശത്ത് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പും മറ്റ് രീതിയിലുള്ള വിടവുകളും നികത്തി തൊഴിൽ ഉൽപാദനപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ സാധിക്കുന്ന വിധത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുക.
മറുവശത്ത് ഗവേഷണത്തെ വളരെ ഗൗരവപൂർവ്വം കണ്ടുകൊണ്ട് അതിനു വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സാമൂഹ്യ സാമ്പത്തിക പിന്തുണകളും ഉറപ്പുവരുത്തുക. സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് എന്ന നിലയിൽ തന്നെ ഗവേഷണ കേന്ദ്രങ്ങളെ വികസിപ്പിച്ചു കൊണ്ടുവന്നുകൊണ്ട് നവകേരള സൃഷ്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളടക്കം, അതായത് കേരളീയ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളടക്കം മനസ്സിലാക്കി അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ ഗവേഷണ പ്രവർത്തനങ്ങളെ ഉപയോഗിക്കുക. ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് 500 നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പുകൾ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഇപ്പോൾ 140ഓളം യുവ ഗവേഷകരാണ് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ നമ്മുടെ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് സ്കിൽ കോഴ്സുകൾക്കടക്കം ക്രെഡിറ്റ് നൽകാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതുപോലെ സമഗ്രമായിട്ടുള്ള സാമൂഹ്യ അവബോധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫൗണ്ടേഷണൽ കോഴ്സുകൾ അവർക്കുണ്ട്. വലിയ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി അവർക്ക് ലഭിക്കാവുന്ന വിധത്തിലാണ് കോഴ്സുകളുടെ ഘടന വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുപോലെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പഠിക്കുന്ന സർവകലാശാലയ്ക്ക് പുറത്തുനിന്ന് പോലും ക്രെഡിറ്റ് ആർജിക്കാനുള്ള സാധ്യത അതിലുണ്ട്. വലിയ രീതിയിൽ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുന്ന വിധത്തിലാണ് ആ പ്രവർത്തനങ്ങളാകെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇൻഡസ്ട്രി അക്കാഡമിയ ബന്ധം ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ക്യാമ്പസുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന് പറയുന്ന പദ്ധതിയും കണക്ട് കരിയർ ടു ക്യാമ്പസ് എന്ന പദ്ധതിയും വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഈയിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ അവിടുത്തെ പോളിടെക്നിക് വിദ്യാർത്ഥികൾ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് മാലിന്യത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷന് സഹായകരമായ 30 ഇലക്ട്രിക് ഓട്ടോകൾ നിർമ്മിച്ച് അത് അസംബിൾ ചെയ്ത് കൈമാറുകയുണ്ടായി. അത്തരം പ്രവർത്തനങ്ങൾ പോളിടെക്നിക്കുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി നടക്കുകയാണ്. ഒരു ഇന്നവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം കലാലയങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതും പുതിയ സമീപനങ്ങളുടെ ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. യങ് ഇന്നവേറ്റേഴ്സ് പ്രോഗ്രാം നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയ മുന്നോട്ട് വച്ചാൽ അത് ഒരു പ്രൊജക്റ്റായിട്ട് സാക്ഷാത്കരിക്കുന്നതിനും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം നടത്തുന്നതുൾപ്പെടെ ഒരു സംരംഭം തുടങ്ങാൻ സഹായകരമായ വിധത്തിലാണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ആവിഷ്കരിച്ചിട്ടുള്ളത്.